everyone, welcome to my channel The Magic. എല്ലാവർക്കും തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ സ്മൂത്തനിങ് ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ നല്ലൊരു സോഫ്റ്റ് സ്മൂത്ത് സിൽക്കി ഹെയർ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയറിന് ഒരു നാച്ചുറൽ ആയിട്ടൊരു ഷൈൻ ഉണ്ട്. ആ ഒരു ഷൈൻ നമുക്ക് തരുന്നത് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിൻ്റെ മുകളിലുള്ള പ്രോട്ടീനാണ്, കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന പല കെമിക്കൽസ്, പല പ്രോഡക്ട്സിലുള്ള കെമിക്കൽസ് കാരണം, അതേപോലെ തന്നെ പൊല്യൂഷൻ കാരണം, വെതർ കണ്ടീഷൻസ് ഒക്കെ കാരണം ഈ കെരാറ്റിൻ നമ്മുടെ ഹെയറിന് കുറേയൊക്കെ നമുക്ക് നഷ്ടമാവും. അതുകൊണ്ടാണ് നമ്മുടെ ഹെയറിന് ഉണ്ടാകുന്ന സ്മൂത്ത്നെസ്സും സിൽക്കിനെസ്സും ഒക്കെ പോയിട്ട് ഹെയർ ഭയങ്കര ഡ്രൈ ആവുന്നത്. അപ്പം പാർലേഴ്സിലൊക്കെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നമ്മുടെ ഹെയർ നല്ല സിൽക്കി സ്മൂത്ത് ആക്കാനുള്ള. പക്ഷെ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല, കാരണം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെയും ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുറച്ചൊരു ടൈം പീരീഡ് കഴിഞ്ഞ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ പ്രശ്നം അത് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. നമുക്ക് വീട്ടിലുള്ള നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമ്മുടെ വീട്ടിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ എങ്ങനെ നമ്മുടെ ഹെയർ നല്ല സിൽക്കി സ്മൂത്ത് ആക്കാൻ പറ്റും എന്നാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് റൈസ് ആണ്. ഏത് അരി വേണമെങ്കിലും എടുക്കാം. നമ്മൾ വീട്ടിൽ ചോറൊക്കെ വെക്കുന്ന അരിയാണെങ്കിലും അത് മതി. അപ്പോൾ ഇവിടെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ അരിയാണ്. ഇതൊരു 2 കപ്പ് വെള്ളത്തിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. ഇപ്പം ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളത്തിലാണ് വെച്ചത്. ഈ വെള്ളം എല്ലാം വറ്റിയിട്ട് അരി നന്നായിട്ട് വെന്ത് കിട്ടണം. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലേക്കായിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്റ്റാർച്ച്, ഞാൻ ഇവിടെ കോൺ സ്റ്റാർച്ചാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ആയാലും മതി. 2 വലിയ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ഇനി വേണ്ടത് അലോവേറ ജെല്ലാണ്, 1 ടേബിൾ സ്പൂൺ. അത് ഫ്രഷ് അലോവേറ ജെല്ലാണെങ്കിലും കുഴപ്പമില്ല. അതല്ല നമുക്ക് ജെല്ല് വാങ്ങാൻ കിട്ടും, അതാണെങ്കിലും മതി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓയിലാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒലിവ് ഓയിലാണ്. നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതോ ഒലിവ് ഓയിലോ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഈ ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു മാസ്കിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതിന് മുന്നേ 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഹെയർ നല്ല ക്ലീൻ ആയിരിക്കണം. അതേപോലെ തന്നെ നനവുള്ള മുടിയിൽ വേണം ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാൻ. നമുക്ക് ഓരോ സെക്ഷനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ മുകളിലെ മുടി ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് താഴത്തെ ഭാഗത്തു നിന്ന് ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് ഈ മാസ്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇത് അത്യാവശ്യം മെസ്സിയാണ്. അപ്പോൾ ഡ്രസ്സിലൊക്കെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് വലിച്ച് സ്ട്രെയിറ്റ് ആക്കി പിടിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. വല്ലാതെ വലിക്കരുത്, എന്നാലും പരമാവധി സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ഈ മാസ്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. കാരണം അങ്ങനെ ചെയ്ത് ആ ഒരു സ്ട്രെയിറ്റ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അതേ രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഇതേപോലെ നമ്മുടെ മുടിയെല്ലാം ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാം. എല്ലാ സെക്ഷനും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മുടി വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലി നമ്മുടെ ഹെയറിന് ഏറ്റവും യൂസ്ഫുള്ളും എഫക്റ്റീവും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്.
നമുക്കറിയാം അരിയാണെങ്കിൽ നമ്മുടെ ഹെയർ ഡാമേജ് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് അതേപോലെ ഹെയറിന് നല്ല വോളിയം കൊടുക്കും. അതേപോലെ തന്നെ കോൺ സ്റ്റാർച്ച് ആണെങ്കിൽ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലുള്ള എക്സസ് ഓയിലിനെല്ലാം കളഞ്ഞ് നമ്മുടെ ഹെയറിന് ഒരു സ്മൂത്ത്നെസ് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന തേങ്ങാപ്പാൽ നമ്മളെ ഹെയറിനെ നാച്ചുറലി മോയ്സ്ചറൈസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തേങ്ങാപ്പാലാണെങ്കിലും ഒലിവ് ഓയിൽ ആണെങ്കിലും ഈവൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും അലോവേര ജെല്ലാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഒരു മാസ്ക് നമ്മൾ മിനിമം ഒരു 2 മുതൽ 3 മണിക്കൂറെങ്കിലും വെക്കണം. അതേപോലെ ഓവർനൈറ്റൊക്കെ വെച്ച് കിടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ മാസ്ക് നമുക്ക് രാത്രി അപ്ലൈ ചെയ്തിട്ട് ഒരു ഹെയർ ക്യാപ്പൊക്കെ ഇട്ട് രാവിലെ കഴുകിക്കളയാം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. ഞാൻ എൻ്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് ഈ ഒരു പാട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹെയർ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്, ഭയങ്കര സിൽക്കി ആയിട്ടുണ്ട്. അതേപോലെ ഹെയറിൻ്റെ സ്ട്രക്ചറിനും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. കുറച്ചൊരു സ്മൂത്തനിങ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമ്മുടെ ഹെയർ ഉണ്ടാവുക അതേപോലെ ഒന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് ഹെയർ. ഇതൊരു മാസം ഒരു 2-3 ടൈംസ് നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചറിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ഏകദേശം നമ്മൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഉണ്ടാവുക അതേ ഒരു ഫോമിലേക്ക് നമ്മുടെ ഹെയർ വരും. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടല്ലേ, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആകെ കുറച്ചുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് കഴുകി കളയുമ്പോഴാണ്. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ തേച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് കഴുകി കളയാൻ. പക്ഷെ അത് നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു ഷാമ്പൂ യൂസ് ചെയ്യണം, ഒരു കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വേണം ഹെയർ കഴുകാൻ. എന്തായാലും നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ മനസ്സിലാവും. അത്ര കോസ്റ്റ്ലി ഉള്ള സാധനങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും, കാരണം ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു മാസം 2-3 പ്രാവശ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കാരണം നല്ല ഡിഫറൻസ് ഹെയറിൽ എന്തായാലും എല്ലാവർക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.